അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജാഹിലിയ്യ കാലഘട്ടത്തിലെ വളരെ പ്രസിദ്ധനായ മറ്റൊരു കവിയാണ് ഹാരിസ് ബിൻ ഹില്ലിസ അൽ ബക്കിരി. മുഅല്ലഖയുടെ രചയിതാവാണ്. അദ്ദേഹത്തിന്റെ മുഅല്ലഖയുടെ ചില ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, പണ്ട് കാലം മുതൽ തന്നെ ബക്കർ തഗ്ലബ് ഇങ്ങനെ രണ്ട് ഗോത്രക്കാർക്കിടയിൽ ശക്തമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബക്കർ ഗോത്രത്തെ പ്രതിരോധിച്ചുകൊണ്ട് ഹാരിസ് ബിൻ ഹില്ലിസയും തഗ്ലബ് ഗോത്രത്തെ പ്രതിരോധിച്ചുകൊണ്ട് അംറു ബിൻ കുൽസും തഗ്ലബിയും, ഇവർ രണ്ടുപേരും ഒരേ കാലഘട്ടക്കാരാണ്. ഇവർക്കിടയിൽ കവിതയിലൂടെ നിരവധി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിലേക്കൊന്ന് നോക്കാം. അദ്ദേഹം ഇറാഖിലാണ് ജനിക്കുന്നത്. ഭയങ്കര ഫഹ്റിന്റെ ആളായിരുന്നു എന്നാ പറയുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ പറയും, ഓ ആനൊരു ഫഹ്റിന്റെ ആള്, ഹത്താ യുഖാൽ ഹുവ അഫ്ഖറു മിനൽ ഹാരിസ് ബിൻ ഹില്ലിസ. ഓ, ഹാരിസ് ബിൻ ഹില്ലിസനെ കവച്ചു വെക്കുന്ന രാജാതി ഫഹ്റുള്ള ആള് എന്നൊക്കെ ചിലവരെ പറ്റി, ഫഹ്റുള്ള ആളുകളെ പറ്റി പറയാറുണ്ട്. മറ്റൊന്നുള്ളത്, ഇദ്ദേഹത്തിന് കുഷ്ഠരോഗമുള്ള ആളായിരുന്നു എന്നാ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഅല്ലഖ പാടാൻ വേണ്ടി രാജാവിനോട് പെർമിഷൻ ചോദിച്ചപ്പോൾ, ആരാ രാജാവ്? അംറു ബിൻ ഹിന്ദ് എന്ന് പറയുന്ന രാജാവിനോട് പെർമിഷൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പെർമിഷൻ കിട്ടിയത് എന്താണെന്നറിയോ? 7 മറകൾക്ക് അപ്പുറത്ത് നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പാടാമെന്നാണ്. പക്ഷെ അത് പാടിയപ്പോ വളരെ രസകരമായ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ എന്തായി തോന്നി, മുഅല്ലഖയായി, ഖസീദയായിട്ട് രാജാവിന് തോന്നി. അങ്ങനെ അദ്ദേഹത്തിന് രാജാവിന്റെ സന്നിധിയിലേക്ക് വരാനുള്ള പെർമിഷൻ കിട്ടിയെന്നാണ്. അദ്ദേഹത്തിന്റെ ഈ മുഅല്ലഖയിൽ 85 വരികളുണ്ട്. അതിന്റെ റവി വരുന്നത് അൽ അലിഫുൽ മംദൂദയാണ്. ഇത് നോക്കിങ്ങള്, കണ്ട, ഈ ഇതാണ് ഇതിലെ റവി ആയിട്ട് വരുന്നത്. എല്ലാ ബൈത്തിലും ഇതിലാണ് അവസാനിക്കുന്നത്. ഓക്കെ. മറ്റൊന്ന്, ഇതിന്റെ ബഹർ ഖഫീഫാണ്. ഖഫീഫിന്റെ ഇതെന്താ? ഫായിലാത്തുൻ മുസ്തഫിലുൻ ഫായിലാത്തുൻ എന്നതാണ്. എങ്ങനെയാ പാടുക? ഫായിലാത്തുൻ മുസ്തഫിലുൻ ഫായിലാത്തുൻ ഫായിലാത്തുൻ മുസ്തഫിലുൻ ഫായിലാത്തുൻ. അദ്ദേഹത്തിന്റെ ഈ മുഅല്ലഖയുടെ ആദ്യത്തെ ബൈത്ത് വരുന്നത് ആദനത് നബി ബൈനിഹാ അസ്മാഉ റുബ്ബസാ ബിയുമല്ലു മിൻഹു സവാഉ. ഇങ്ങനെ 85 വരികളാണ് അദ്ദേഹത്തിന്റെ ഖസീദയിലുള്ളത്. നമ്മുടെ പാഠഭാഗത്തിലുള്ളത് 15ാമത്തെ ബൈത്ത് മുതലാണ് നമുക്കുള്ളത്. ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അനിൽ അറാഖിമി, അർക്കമിന്റെ ജമ്മാണ് അറാഖിമ്. അതിന്റെ അർത്ഥം ഇവിടെ ഉദ്ദേശിക്കുന്നത് തഗ്ലബ് ഗോത്രത്തിൽപ്പെട്ട ഒരു ഉപകബീലയാണ്. ശരിക്കും അർക്കം എന്ന് പറഞ്ഞാൽ പാമ്പ് എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇവിടുത്തെ ഉദ്ദേശം എന്താ? തഗ്ലബ് ഗോത്രത്തിൽ നിന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. പിന്നെയോ വൽ അംബാഇ. എന്താ വൽ അംബാഇ എന്ന് പറഞ്ഞാൽ? ഇവരുടെ വിശേഷങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. എന്ത് ലഭിച്ചിട്ടുണ്ട്? ഖത്ബുൻ, വളരെ ഗുരുതരമായൊരു വിഷയം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ ഖത്ബ് എന്ന് പറഞ്ഞാൽ? ഗൗരവമേറിയ വിഷയം. ആ വിഷയം കൊണ്ട് നഅ്നാബിഹി, ആ വിഷയം കൊണ്ട് ഞങ്ങളെ തന്നെയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ഞങ്ങളെ ഉദ്ദേശിക്കുന്ന ചില വിവരങ്ങള് നമ്മുടെ തഗ്ലബ് ഗോത്രത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെയോ വനുസാഉ, അതിന്റെ അർത്ഥം അത് തന്നെയാണ്. ഞങ്ങൾ ഗൗരവമായി കാണുന്ന, ഞങ്ങളെ മാത്രം ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങള് ഈ അർക്കം ഗോത്രം, അതായത് തഗ്ലബ് ഗോത്രത്തിൽ നിന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ന ഇഖ്വാനനൽ അറാഖിമ യഗ്ലൂന അലൈന. ഇന്ന ഇഖ്വാനന, ഈ ബക്കർ തഗ്ലബ് ഇവർ രണ്ടും സഹോദരന്മാരാണ്. അത് കബീലയാണ്. പിൽക്കാലത്ത് ആ രണ്ടിൽ നിന്ന് കബീലകളായിട്ട് വന്നു. ശരിക്കും ഇവിടെ യഥാർത്ഥത്തിൽ ബക്കർ തഗ്ലബ് ഇങ്ങനെ രണ്ട് സഹോദരങ്ങളാണ്. ഇന്ന ഇഖ്വാനന, ഞങ്ങളുടെ സഹോദരങ്ങൾ. അതാരാ? അൽ അറാഖിമ, അറാഖിമ് ഗോത്രം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു തഗ്ലബിന്റെ ഒരു ഉപഗോത്രമാണ്. അവര് യഗ്ലൂന അലൈന,
അവർ ഞങ്ങളുടെ മേൽ കുറച്ച് ഓവറാക്കുന്നുണ്ട്. യഗ്ലൂന അലൈന, അവർ ഞങ്ങളുടെ മേൽ ഓവറാക്കുന്നുണ്ട്. പിന്നെയോ ഫീ ഖീലിഹിം യഹ്ഫാഉ, എന്താ ഫീ ഖീലിഹിം, അവരുടെ പറച്ചിലുണ്ട് എന്തുണ്ട്, യഹ്ഫാഉ, ഫ എന്ന് പറഞ്ഞാല് വെറുപ്പിക്കലുണ്ട് എന്നർത്ഥം. അഹ്ഫ യുഹ്ഫി യഹ്ഫ, ശരിക്ക് പിന്നെ പിന്നാലെ കൂടി ചോദിക്കൂല, അതിനാണ് ഇഹ്ഫ എന്ന് പറയാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് വെറുപ്പിക്കലുണ്ട് എന്നാ. അപ്പൊ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത പലതും ഞങ്ങളെപ്പറ്റി പറഞ്ഞുണ്ടാക്കുന്നുണ്ട് എന്ന് തഗ്ലബ് ഗോത്രത്തിനെ പറ്റിയാണ് ബക്ർ ഗോത്രത്തിൽപ്പെട്ട കവി പാടുന്നത്. ഇവിടെ നിങ്ങൾ കണ്ട കണ്ട, ഒരു മിസ്രയിൽ നിന്ന് അടുത്ത മിസ്രയിലേക്ക് അതിന്റെ പകുതി ഭാഗം മാറുന്നതിനാണ് തദ്വീർ എന്ന് പറയാം. കണ്ടില്ല നിങ്ങൾ, ഫിൽ ബൈത്തി അത്തദ്വീർ യഗ്ലൂന, ശരിക്കും യഗ്ലൂന എന്നല്ലേ. അപ്പൊ അടുത്ത മിസ്രയിലേക്ക് അത് മാറിയത് കൊണ്ടാണ് അതില് തദ്വീർ ഉണ്ട് നമ്മൾ പറയുന്നത്. അടുത്ത ബൈത്ത് എന്താ, يخلطون البريء منا بذي الذنب ولا ينفع الخلي الخلاء. يخلطون البريء منا بذي الذنب ولا ينفع الخلي الخلاء. يخلطون, ഈ അർക്കം അതായത് തഗ്ലബ് ഗോത്രക്കാര് മിക്സ് ആക്കുന്നു, അൽ ബരി അമിന്ന, ഞങ്ങളെ ഗോത്രത്തിൽ നിന്നും ഒരു തെറ്റിലേക്കും പോകാത്ത നിരപരാധിയായ ആളെ മിക്സ് ആക്കുന്നു. ആരോട്, ബിദിദ്ദംബി, ദോഷികളായ ആളുകളോട് മിക്സ് ആക്കുന്നു. അപ്പൊ ഞങ്ങളെ കൂട്ടത്തില് തെറ്റ് ചെയ്തവരുണ്ട്, തെറ്റ് ചെയ്യാത്തവരുണ്ട്. പക്ഷെ തെറ്റ് ചെയ്യാത്ത ആളുകളെ തെറ്റ് ചെയ്യുന്നവരോട് എന്താക്കാണ്, മിക്സ് ആക്കിയിട്ടാണ് പറയാ. എന്നാലോ അപ്പൊ തെറ്റ് ചെയ്യാതിരുന്നിട്ട് ഒരു കാര്യമില്ല, കാരണം അവരെല്ലാരും എന്താ പറയുന്നത്, അക്രമികൾ എന്നാണ് പറയുന്നത്. വല യംഫഉൽ ഖലിയ, തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആൾക്ക് ഉപകരിക്കണില്ല. എന്ത് ഉപകരിക്കണില്ല, അൽ ഖലാഉ, തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് അവർക്ക് ഉപകരിക്കുന്നില്ല. عشاء فلما أصبحوا أصبحت لهم لولاء أجمعوا أمرهم, അവർ തീരുമാനിച്ചു. എന്താ അജ്മഅൽ അംറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, തീരുമാനിക്കുക. അജ്മഉ അംറഹും, അവർ തീരുമാനിച്ചു. ഇശാഅൻ, രാത്രി തീരുമാനിച്ചു. എന്താ രാത്രി തീരുമാനിച്ച്, ഞങ്ങൾ ആക്രമിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. ഫലമ്മ അസ്ബഹു, അങ്ങനെ രാവിലെ ആയോക്കിയപ്പോ അസ്ബഹത്ത് ലഹും, അവർക്കുണ്ടായി എന്തുണ്ടായി, ലൗലാഉ, ഒച്ചപ്പാടും കൂക്കും വിളിയൊക്കെ ഉണ്ടായി. ലൗലാ എന്ന് പറഞ്ഞാൽ ഒച്ചപ്പാട് എന്നർത്ഥം, ലൗലാഹ്. അപ്പോൾ രാത്രി ഞങ്ങൾ ആക്രമിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രാവിലെ കണ്ട് ആയോക്കിയപ്പോ ഉണ്ടല്ലോ ആകപ്പാടൊരു ഒച്ചപ്പാട്. മിൻ മുനാദിൻ വമിൻ മുജീബിൻ വമിൻ തസ്ഹാലി ഖൈലിൻ ഖിലാല ദാക റുഹാഉ. മിൻ മുനാദിൻ വമിൻ മുജീബിൻ വമിൻ തസ്ഹാലി ഖൈലിൻ ഖിലാല ദാക റുഹാഉ. രാവിലത്തെ ഒച്ചപ്പാട് എന്താണെന്നറിയോ, മിൻ മുനാദിൻ, ഒരാൾ ഇവിടുന്ന് വിളിച്ചാർക്കുന്നുണ്ട്, ഏയ് വേമ്പരി നമുക്ക് വേം പോവാ അവരെ ആക്രമിക്കാന്ന്. അപ്പുറത്തുനിന്ന് അമി മുജീബിൻ, അപ്പൊ അവിടുന്ന് ഉത്തരം നൽകണം, ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. അതിന്റെ ഇടയിൽ കൂടെ ഒമിൻ തസ്ഹാലി ഖൈലിൻ, തസ്ഹാൽ പറ സുഹീൽ എന്ന് പറഞ്ഞ എന്താ, കുതിരയുടെ കരച്ചിലിനാ പറയാ സുഹീൽ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഒമിൻ തസ്ഹാലി ഖൈലിൻ, കുതിരന്റെ ഒച്ചപ്പാടുണ്ട്. പിന്നെയോ ഖിലാലതാക്ക, അതിന്റെ അടിയിലുണ്ട് എന്തുണ്ട്, ഒട്ടകത്തിന്റെ ശബ്ദമുണ്ട്. അപ്പൊ തസ്ഹാൽ എന്ന് പറഞ്ഞാൽ കുതിരയുടെ കരയുന്ന ശബ്ദമാണ്. റുഗാ എന്ന് പറഞ്ഞാലോ ഒട്ടകം കരയുന്ന ശബ്ദവുമാണ്. يهنطق المرقش عنا عند عمر وهل لذاك بقاء. അയ്യുഹന്നാത്തിഖു, പറയുന്നവൻ. ഇതാരെ കുറിച്ചാണ് പറയണത്, ഇത് അംറുബിന് കുൽസൂമിനോടാണ് ഈ പറഞ്ഞത്. അയ്യുഹന്നാത്തിഖു, പറയുന്നവനെ. അൽ മുറക്കിഷു, ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി മിക്സാക്കി. അൽ മുസയ്യിനു അൽ ഖൗല ബിൽ ബാത്തിലി, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരത്തെ മനോഹരമാക്കാം. അപ്പൊ ഇല്ലാത്ത ഞങ്ങളെ കുറിച്ച് ഇല്ലാത്തത് കൂട്ടി തേച്ചിട്ട് പറയുന്നവനെ എവിടെയാ പറയുന്നത്, അംറുബിന് ഹിന്ദ് എന്ന് പറയുന്ന രാജാവിന്റെ അടുത്ത്
ഞങ്ങളെപ്പറ്റി ഇല്ലാത്തതൊക്കെ കൂട്ടിച്ചേർത്ത് കണ്ട് പറയുന്നവനെ, ഹിജ് പറയണതൊന്നും ഞങ്ങൾക്ക് ഒരു പേടിയില്ലട്ടാ. കാരണം എന്താണെന്നറിയോ? ഇജ് പറണ്ടീനൊന്നും ഒരു അവശേഷിപ്പുണ്ടാവില്ല. അത് ആരും വിശ്വസിക്കാനാ? ഇജ് ഞങ്ങളെപ്പറ്റി ഇല്ലാത്തത് ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയിട്ട് അതാരും വിശ്വസിക്കുകയില്ല. على غراتك إنا قبل ما قد وشى بنا الأعداء. അംറുബിനു കുൽസൂമല്ല തഹൽന, ഇജ് ഞങ്ങളെ കുറിച്ച് വിചാരിക്കണ്ട. ലാ തഹൽന, ഇജ് ഞങ്ങളെ കുറിച്ച് വിചാരിക്കണ്ട. അലാ ഖറാത്തിക, നീ പ്രേരിപ്പിച്ചത് കാരണത്താൽ. എന്ന് പറഞ്ഞാൽ എന്താ? പ്രേരിപ്പിക്കുക അല്ലെ? അപ്പോൾ ഞങ്ങൾക്കെതിരെ പലതും പറഞ്ഞുകൊണ്ട് രാജാവിനെ പ്രേരിപ്പിച്ചത് കാരണത്താൽ ഞങ്ങൾ പേടിക്കുമെന്ന് ഇനി വിചാരിക്കണ്ട. ലാ തഖൽന ഖായിഫീന അലാ ഖറാത്തിക്കൽ മലിക, ഇത് രാജാവിനെ പലതും പറഞ്ഞു ഇല്ലാത്തതൊക്കെ പറഞ്ഞു കണ്ട് പ്രേരിപ്പിച്ചു എന്ന് കരുതി ഞങ്ങൾ പേടിക്കുമെന്ന് ഇത് കരുതണ്ട. കാരണം എന്താണെന്നറിയോ? ഇന്ന കബുലു, തീർച്ചയായും ഞങ്ങൾ മാന്നുള്ള സാധ്യതയാണ്. അത് വശാബിനല്ലാത്ത എൻ്റെ മുമ്പും ഞങ്ങളെപ്പറ്റി ഇല്ലാത്തതൊക്കെ രാജാക്കന്മാരോട് പറഞ്ഞ പല ശത്രുക്കളുമുണ്ട്. അതുകൊണ്ടൊന്നും ഞങ്ങൾക്കൊരു ചുക്കും സംഭവിച്ചിട്ടില്ല. ഇന്ന കബല്, മുമ്പും അത് വശാബിനല്ലാതാവൂ, ശത്രുക്കൾ ഞങ്ങളെ പറ്റിയൊക്കെ പലതും. വശ എന്ന് പറഞ്ഞ അർത്ഥം നമീമത്ത് പറയാം. അതൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിലൊന്നും ഞങ്ങൾ ഒരിക്കലും ഭയപ്പെടുകയില്ല. അടുത്ത വരി എന്താ? قبل ما اليوم بيضت بعيون الناس فيها تغيظ وإباء. മല്യൗമി അവിടെ മാ സായിദയാണ്, അതാണ് വെട്ടിയിട്ടുണ്ട്. കബല മല്യൗമി. അപ്പൊ കബല യൗമി, ഈ ദിവസത്തിന് മുമ്പ്, ബയ്യലത്ത്, ഞങ്ങളുടെ ഇസ്സത്ത് വെളുപ്പിച്ചിട്ടുണ്ട്, മറ്റു ജനങ്ങളുടെ കണ്ണുകളെ. മറ്റ് ജനങ്ങളുടെ കണ്ണുകളെ വെളുപ്പിച്ചിട്ടുണ്ട്. ഈ കണ്ണ് വെളുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അന്ധരാവ്. പൊതുവെ നിങ്ങൾ കണ്ടിട്ടില്ല, അന്ധരായ ആളുകൾക്ക് എന്തുണ്ടാവില്ല, കണ്ണിന് നിറം ഉണ്ടാവില്ല, വെളുത്തിട്ടായിരിക്കും. അപ്പൊ ഇന്നത്തെ ദിവസത്തിന് മുമ്പ് ഞങ്ങളുടെ ഇസ്സത്ത് ആളുകൾ എന്താക്കിയിട്ടുണ്ട്? അന്ധത ബാധിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല ഇസ്സത്തുള്ളവരാ, മറ്റുള്ളവർക്ക് അതെന്താവില്ല, ഉൾക്കൊള്ളാൻ കഴിയൂല. അത് നോക്കി നിങ്ങൾ, ഫിഹാ, ആ ജനങ്ങളുടെ കണ്ണുകളിലുണ്ട് എന്തുണ്ട്? തഗയ്യുദുൻ, ദേഷ്യമുണ്ട്. വഇബാഉ, ഞങ്ങളുടെ ഇസ്സത്തിനെ സമ്മതിക്കാനുള്ള വിരക്തിയുമുണ്ട്. അബ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിലങ്ങുക അല്ലേ? അപ്പൊ ഇബാഗ്, അതിന്റെ മസ്തറാണ് ഇബാഗ്, ഒരു വിരക്തിയുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഇസ്സത്ത് സമ്മതിക്കുന്നതിൽ അവർക്കൊരു ദേഷ്യവും വിരക്തിയും ഉണ്ട്. വേറെ റിവായത്തിൽ നിങ്ങൾ കിതാബിലൊക്കെ എന്താ? ഫിഹാ തഅയ്യുത്തുൻ, തഅയ്യുത്ത് എന്ന് പറഞ്ഞ തറഫു എന്നാണ്. അവർക്ക് കിബറാണ്, മറ്റുള്ള ആളുകൾക്ക് ഒരു അസൂയയാണ് എന്നർത്ഥം. തഅയ്യുത്ത് എന്ന് പറഞ്ഞാൽ തറഫ്, ഉയർച്ച. അപ്പൊ ആളുകൾക്ക് ഞങ്ങളത് സമ്മതിക്കാൻ മനസ്സില്ല, അവർക്ക് കിബറാണ്, ഹസദാണ്. ഞങ്ങളുടെ ഇസ്സത്തിനെ അംഗീകരിക്കാനുള്ള വിരക്തിയുമാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ആരാണ് കവി? ഹാരിസ് ബിൻ ഹില്ലിസ അൽ ബക്കിരി. ഇനി നമ്മൾ ഇതിന്റെ മറുപടി അല്ലെങ്കിലും ഇദ്ദേഹത്തിന്റെ പ്രതിയോഗിയായിട്ടുള്ള ആര്? പിന്നെ അംറു ബിൻ കുൽസൂം അത്തഗ്ലബിയുടെ കവിതയാണ് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പുതിയ പദങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇവിടെ കണ്ടങ്ങൾ, ഈ ചിത്രങ്ങൾ നേരത്തെ കണ്ടോ? ഈ ചിത്രത്തിൽ പറയണത് പിന്നെ ഹാരിസ് ബിൻ ഹില്ലിസ, ബക്കർ ഗോത്രത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഹാരിസ് ബിൻ ഹില്ലിസയും തവലബ് ഗോത്രത്തിൽപ്പെട്ട അംർ ബിൻ കുൽസൂമും തമ്മിൽ അംർ ബിൻ ഹിന്ദ് എന്ന് പറയുന്ന രാജാവിന്റെ കൊട്ടാരത്തിൽ നടന്ന ഒരു മുനാദറയാണ്. ഇതാണ് നമ്മൾ ഇപ്പൊ പാടിയത്. ഹാരിസ് ബിൻ ഹില്ലിസന്റെ വൈത്താണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്, അതിന്റെ കുറഞ്ഞ ഭാഗങ്ങള്. ആ ധനത്തിന് അഭിപൈനിഹ അസ്മാ വേർപെട്ടു പോകണം നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ അസ്മാ ആരായിരിക്കും? അദ്ദേഹത്തിന്റെ പ്രണയിനി ആയിരിക്കും. അതിന്റെ അംർ ബിൻ കുൽസൂം അതിന് മറുപടി ആയിട്ടും പാടിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്കിന്ന് കിട്ടിയ പ്രധാന വേർഡുകൾ, ഒന്ന് അർക്കമുഞ്ചം അറാക്കിബ് എന്ന് പറഞ്ഞാൽ ശരിക്കും പാമ്പാണെങ്കിലും ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? തഗ്ലബ് ഗോത്രക്കാരെയാണ്. മറ്റൊന്നുള്ളത് ഇഹ്ഫാ എന്ന് പറഞ്ഞാൽ വെറുപ്പിക്കുക, പിന്നാലെ കൂടി ചോദിച്ചുണ്ടാക്കിയതിനാണ് ഇഹ്ഫാ എന്ന് പറയാം. മറ്റൊന്ന് പറഞ്ഞാൽ ഹലാ എന്ന് പറഞ്ഞാൽ എന്താ? തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കലുകൊണ്ട് ഉപകാരം ഇല്ല എന്നല്ല പറഞ്ഞു. ഹലാ എന്ന് പറഞ്ഞാൽ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക. ലൗലാ എന്ന് പറഞ്ഞാൽ എന്താ? ഒച്ചപ്പാട് എന്നാണ് അർത്ഥം.
തസ്ഹാൽ എന്ന് പറഞ്ഞാൽ കുതിര കരയുന്ന ശബ്ദം. റുഹാ എന്ന് പറഞ്ഞാൽ ഇബില് ഒട്ടകം കരയുന്ന ശബ്ദം. പിന്നെ മുറക്കിഷ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് കൂട്ടി പറയുന്ന ആള്. വശ എന്ന് പറഞ്ഞാൽ നമീമത്ത് പറയാം. ഓക്കെ അല്ലേ? ശുക്രൻ. ജസാക്കുമുല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.